ബിൻസി എന്തൊക്കെയായിരുന്നു ഇവിടുന്ന് പോകുമ്പോ? ഞാൻ 100 ഡേയ്സിന് പാക്ക് ചെയ്തു. 100 ഡേയ്സ് 14 ഡേയ്സേ ആയുള്ളൂ. എന്തൊക്കെ മേളായിരുന്നു. ഇതിനു മുമ്പുള്ള സീസണിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ട പോലെ ലാലേട്ടൻ പറഞ്ഞ പോലെ മറ്റൊരു രീതിയിലൊന്നും പോവാണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുക. അതാണ് മനസ്സിലാവാത്തത്. എങ്ങനെ പോയാലും 100 ഡേയ്സ് ടോപ്പ് 5-ൽ എത്തണം എന്ന് തന്നെ വിചാരിച്ചാണ് പോയത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി അറിയില്ല എന്താണ് സംഭവിച്ചത്. 7ന്റെ പണി എന്ന് പറഞ്ഞ് ഇമാതിരി പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. ബിഗ് ബോസ് ഈസ് നോട്ട് ഒരു ഈസി ആയിട്ടൊരു സാധനമല്ല. ബട്ട് വൈ അത് പറ. അതായത് 80% കൊടുത്തു എന്നാണ് ലാലേട്ടനോട് പറഞ്ഞത്. ബാക്കി 20 എന്തിനാ എടുത്തു വെച്ചു? അതെ, അതല്ല ഉദ്ദേശം. ഞാൻ മാറി കുറച്ചുകൂടെ ശബ്ദം ഉയർത്തായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ട്. അപ്പൊ ബിൻസി ആയിട്ട് നിന്നു. അപ്പൊ ബിൻസി അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ബിൻസി രക്ഷപ്പെട്ടേനാണോ ഇപ്പൊ പറയുന്നത്? ഭയങ്കര ബിഗ് ബോസിനെ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഭയങ്കര ജെനുവിൻ പ്ലെയർ ആരായിരിക്കും? ജനുവനായിട്ട് എനിക്ക് തോന്നിയത് അപ്പാണി ചേട്ടനാണ്, ശരത്തേട്ടൻ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇനി ബിൻസി ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യാൻ ചാൻസ് ആർക്കാ? ശരത്തേട്ടൻ തന്നെ ആയിരിക്കും തിരിച്ചു. അപ്പൊ പുള്ളിയാണ് അവിടുത്തെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്. നല്ല കണക്ഷനാ. ഫ്രണ്ട്സ് അതിനൊന്നും ഇല്ലേ? ബിൻസി അതിനകത്ത് പറഞ്ഞു ശരത്തേട്ടൻ ബ്രദറിനെ പോലെയാണ്, ചാച്ചനെ പോലെയാണ്. എന്നെ കൂടെ പറയിപ്പിക്കണ്ട. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അവിടെ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കി, ചാച്ചൻ, ബ്രദർ, ഫ്രണ്ട് എന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നമുക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഓരോ കണ്ടസ്റ്റൻസും നമ്മുടെ ശത്രുക്കളാണ്. അപ്പൊ അവിടെ നമ്മളൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളിയെ നമുക്കിനി ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടില്ല. അങ്ങനല്ല. ഇപ്പം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും പറയണ്ട, നമ്മൾ മുഖത്ത് നോക്കി പറയണം. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അതുപോലെ ശരത്തിനോട് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നമ്മൾ ആലോചിക്കില്ലല്ലോ. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. നായികയെ വേണമെന്ന് പറഞ്ഞ് പേപ്പറിനകത്തൊക്കെ വരും. അതുപോലെ ഞാൻ ആ വീക്കിലി അതിനകത്തൊക്കെ വരുമ്പോൾ ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കും. എനിക്ക് സിനിമ അന്ന് ഭയങ്കര ഹരമാണ്. എങ്ങനെയും സിനിമയിൽ കയറി വരും. അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. പക്ഷെ വീട്ടിൽ നിന്നൊന്നും അതിനുള്ള അനുവാദമില്ല. ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു? പോഹാമിരുന്നത് ரொம்ப നല്ലത്. 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നല്ലേ മത്സരത്തിന് ഇറങ്ങി, കലോത്സവത്തിന്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. പിന്നെ മോണോ ആക്ടിന് ഞാനുണ്ടെന്ന് അറിയുമ്പോഴേക്കും ബാക്കിയുള്ള പിള്ളേർക്ക് പേടി. എന്നേലും വലിയ തൊള്ളിസ്റ്റോ ഇല്ല, സത്യമാണ്. ഇത്തവണ ആലപ്പുഴ ജില്ലയില് ആരും കൊണ്ടുപോയിട്ടില്ല മോണോ ആക്ട്. അവള് തന്നെ ഫസ്റ്റ് വേണ്ടി. കലോത്സവത്തിനൊക്കെ ജഡ്ജസ് ആയിട്ടൊക്കെ അടിയുണ്ടാക്കി 5ാം സ്ഥാനം 1ാം സ്ഥാനമൊക്കെ ആക്കും നമ്മള്. സ്കൂൾ ലെവലിൽ തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് ആക്കി. സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർക്ക് മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അതെനിക്ക് ഇഷ്ടമില്ല. അപ്പം നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മോണാക്ട്. അപ്പൊ മറ്റേ കുട്ടി ആ സ്കൂളിൽ ആദ്യമായിട്ട് വന്നതാ. പക്ഷെ ആ കുട്ടിക്ക് ഒരു ഫസ്റ്റും കൊടുത്തു. പുതുമുഖ പരട്ടകളെ കൊണ്ടുവരുന്ന സംവിധായകരെ വേണം ചൂല് കൊണ്ടടിക്കാൻ. അതിനെക്കാട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് വേണം. കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവണ് യഥാർത്ഥ സുഹൃത്ത്. ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി. ഇവർക്ക് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ. നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. കാരണം പുതിയ പ്രിൻസിപ്പൽ വരുന്നു. നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടുന്ന് പോകുന്നത്, ജില്ലയിൽ പോകുന്നതെന്ന് പറയും. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്നു. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോ ആരാണ്ട് പറയുന്നേ കേട്ടതാ, മുന്നേ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഓട്ടോയിൽ കയറത്തില്ലെന്ന്. ഞാൻ ആ വണ്ടിക്കകത്ത് ഇറങ്ങി പോയിട്ട് അവിടെ പോയിരുന്നിട്ട് സാറിന്റെ മുന്നേ പോയിരുന്ന അങ്ങ് കാര്യം ഞാൻ പറഞ്ഞു, സാറേ എല്ലാ വർഷവും ഇവിടെ പോകുന്നത്, സാറേ എന്തായാലും ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും, മറ്റേ കുട്ടി പുതിയ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ അവര് സമ്മതിച്ചു. പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരും കൂടി വിട്ടു. എന്റെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാ. ഷാളൂരിയൊക്കെ അടിക്കും ജഡ്ജസിന്. അതൊക്കെ എന്റെ വിളിക്കുണ്ടാവും. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. നമുക്ക് ഈ വാചാലനെക്കുറിച്ച് വാചാലതയുള്ള ഒരു വീഡിയോ കാണാം. എനിക്ക് ഇവിടൊന്നും
എപ്പം പോയാലും വേണ്ടില്ല, പക്ഷെ ഒണിയിൽ പോയിട്ട് ഞാൻ പോവുള്ളൂ. ഒണിയിൽ പോയിട്ട് ഞാൻ പോവുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. ഉറപ്പിക്കാമോ? ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയുകയാണ്. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. എല്ലാം ചീറ്റിപ്പോയി. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട്. ചിരി നമ്മൾ മണ്ണ് തപ്പും. ഓക്കെ, തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? വിചാരിച്ച പോലല്ല. എന്താ വിചാരിച്ചേ? ഇത്രയും പെട്ടെന്നൊരു ആക്രമണം ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നല്ലോ. ഫൈനലി 50th ഡേ കിഡ്സ് എന്താണ്, ജെൻസി കിഡ്സിന്റെ മെന്റാലിറ്റി എന്താണ്, ഞങ്ങളുടെ ജീവിതം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കും. ഒന്നും കണ്ടില്ല. അവസാനം ജെൻസി കിഡ് അയ്യോ എന്റെ അതാണോ തോന്നി ചെയ്തത്? അത് പിന്നെ അന്നെന്ന് വെച്ചാൽ അങ്ങനെ പറ്റിപ്പോയതാ. ഈ വഴക്കാണോ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് വിചാരിക്കുന്നത്? അല്ല, വഴക്ക് ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക, വഴക്കൂടുക. റെന എന്ത് കണ്ടന്റാ കൊടുത്തത്? ഗോപാല ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അപ്പൊ എന്താ സ്ട്രാറ്റജീസ് ഒക്കെ ഇങ്ങനെ പറയും. എന്താണ് സ്ട്രാറ്റജി? നിന്റെ നാ ഇറങ്ങിപ്പോയോ? എല്ലാരും റെന ഇങ്ങനെ ഇരിക്കും, കുറച്ച് അയ്യോ കണ്ടന്റ് കൊടുക്കണ്ടേന്ന് പറഞ്ഞ് ചാടിപ്പോയി 2 കണ്ടന്റ്, ഒരു ചപ്പാത്തി കണ്ടന്റ്, 2 അടുക്കള, അടുത്ത ഒനിയില് തിരിച്ചു വരും. റെനയ്ക്ക് ഇപ്പൊ എന്തായിരിക്കും പുറത്തെ ഇമേജ്? ഒരു കാര്യം ഞാൻ പറയാം, പുറത്തായതോടുകൂടെ പുറത്തെ ഇമേജ് മനസ്സിലായി. എന്തായിരിക്കും പുറത്തെ ഇമേജ്? നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. കുറച്ചുകൂടി ക്രൂവലാവ്, ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ട് മൂത്തൊക്കെ തുപ്പുന്ന അവസ്ഥ ആക്ക്. ഒരക്ഷരം പോലും തെറ്റി. അടിക്കാതിരിക്കണവർക്ക് ബോറടിക്കണതിന് മുമ്പ് വേൻ ചെല്ലണ്ട നേതാവേ. മമത പാട്ട് പാടുവോ? നന്നായിട്ട് പാടും സാറേ. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. നമുക്ക് എത്രയും കഴിവുണ്ടല്ലോ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട്. കഴിവുള്ള പയ്യൻ അങ്ങനെ മൂലക്കിരുത്തി പാട്ട് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പിടിച്ചോണ്ട് വന്നു. സത്യമായിട്ട് പാടും. അപ്പൊ ഞങ്ങള് ഇത് മോളെ നല്ലൊരു പാട്ട് പഠിക്കണം, എവിടെയെങ്കിലും പാട്ട് പഠിക്കണം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഫിലിമിൽ ചെയ്യണം. വെരി സപ്പോർട്ടിങ് ഫാമിലി. നീ നിന്നെ 2-3 പാട്ടൊക്കെ ഒന്ന് പാടേ, നമ്മളെ കേക്കട്ടെ. അത് അർഹിക്കുന്ന ആൾക്കാർ പറയുമ്പോ മോക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ കൂടെ ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് സമയമില്ല. അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ. പാട് ചേച്ചി ഒരു 2 ലൈൻ പാടി. സംഗീതമണിയിൽ നനയാൻ നിങ്ങൾ റെഡിയല്ലേ? പോയി മറഞ്ഞു. സോറി, എന്താ അങ്ങനെ ചെയ്തേ? കറക്റ്റായി വായിക്കേ. അതല്ലേ ഓർത്തെ, അവിടെ എന്തോ പ്രശ്നം. ഇരുളിലായ നിറങ്ങൾ ഓഹോ ഈ നിമിഷം. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇതെന്തോന്ന്? ഇത് പാട്ടായിരുന്നാ? മോനെ നീ പാട്ട് പാടുത്, നീ കരയല്ലായിരുന്ന? ഇത് എന്തോന്നത്? തിരികെ വരുമോ വീണ്ടും? എന്തോ കുഴപ്പമുണ്ടല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മായാതെ നിൽക്കും അതിലായിരം സ്വപ്നം. ഒസാനാന്ന് പാടാൻ പറഞ്ഞ വെക്കുന്നു. കാതിന്റെ അകത്ത് ഹോൺ അടിച്ച പോലുണ്ട്. ഇതെന്താ കല്യാണ വീടോ അതോ മരണ വീടോ? ആവർണ്ണ ചിത്രങ്ങളിനിയും ഇങ്ങനെ പാടിയിട്ടൊക്കെ കൊറേ നാളായി. നിനക്ക് പാടണം നിർബന്ധമാണെങ്കിൽ ബാത്റൂമിൽ പോയി പാടി. ഞാൻ അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിലോ മാത്രമാണ് ഈ ഫീൽ ചെയ്ത് പാടാം. അവിടെ നീ പാടണ്ട, വെള്ളം പോലും വരത്തില്ലടി. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.